ജനനത്തിന് മുൻപ് നീതിമാനായ ജോസഫ് പിതാവ് കണ്ട സ്വപ്നത്തെ പറ്റിയാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അങ്ങനെ മാതാവ് പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. മാതാവ് ഗർഭിണിയായ കഥ നാട്ടിൽ പരക്കെ പരന്നു. ആ കഥ ജോസഫ് പിതാവ് കേട്ടു. അദ്ദേഹത്തിന് മാതാവിനെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഗർഭിണിയായത് കൊണ്ട് തന്നെ മറിയത്തെ സ്വീകരിക്കാൻ ഒരു മടി. അങ്ങനെ വളരെ ദുഃഖത്തോടെ തന്നെ അദ്ദേഹം രഹസ്യമായി മറിയത്തെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ദുഃഖിച്ചും വേവലാതിപ്പെട്ടും കഴിഞ്ഞിരുന്ന ഒരു രാത്രിയിൽ അദ്ദേഹത്തിന് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷയായി. മാലാഖ ജോസഫിനോട് പറഞ്ഞു, മറിയത്തെ ഭാര്യയെ സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. നീ അവൾ പ്രസവിക്കുന്ന കുഞ്ഞിനെ ഈശോ എന്ന് പേരിടണം. ഉണർന്നപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വ്യക്തമായി. ഏശയ്യാ പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഓർത്തു. മറിയത്തെ ഭാര്യയെ സ്വീകരിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ദൈവവും മനുഷ്യനും തമ്മിലും മനുഷ്യനും മനുഷ്യനും തമ്മിലും ശരിയായ ബന്ധം സ്ഥാപിക്കുന്നവനാണ് നീതിമാൻ. ജോസഫിന് മറിയത്തോടുള്ള സമീപനം ഈ നീതിബോധത്തെ സൂചിപ്പിക്കുന്നു. ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ക്ഷമയുടെയും ഔദാര്യത്തിന്റെയും ശൈലിയാണ് വിജയിക്കുന്നതെന്ന്